കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെയും ഇന്നലത്തെയും ന്യൂസ് പേപ്പേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒബ്വിയസ്ലി ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇലക്ഷനെ കുറിച്ചും ഒക്കെ ആയിരിക്കും. പക്ഷേ അതെ ഇത് ഇന്നലത്തെ ന്യൂസ് പേപ്പറാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ന്യൂസ്, ഒരു സെക്കൻഡ്, ഞാൻ ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ. അപ്പൊ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ന്യൂസ് എന്തായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ, കേരളത്തിലെ ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞു കംപ്ലീറ്റ്ലി, പക്ഷേ പല സ്റ്റേറ്റുകളിലും 3-4 സീറ്റ് വെച്ച ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പല സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ ഇന്നലെ കുറെ കഴിഞ്ഞ ദിവസമാണ്. വെസ്റ്റ് ബംഗാളിലും ഉത്തർപ്രദേശിലും ഒക്കെ കുറച്ച് സീറ്റുകളിൽ. ഇനിയിപ്പോൾ അവിടെയൊക്കെ വീണ്ടും ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. മൊത്തം 7 ഫേസസ് ആയിട്ട് അവിടെ കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ വോട്ടർ ടേൺ ഔട്ട് ഒക്കെ കുറയുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ കാലം. 17 ലോക്സഭയുടെ ഇലക്ഷൻ നടന്നതിനേക്കാളും വോട്ടർ ടേൺ ഔട്ട് കുറയുന്നുണ്ട്. അതിന് 2 കാരണങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഈ ഒപ്പീനിയൻ പോൾസ് ഒക്കെ ഭയങ്കരമായിട്ട് BJPയുടെ ഗവൺമെന്റ് തന്നെ തിരിച്ച് അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പം അവർ വോട്ടർ ഫെറ്റീഗ്, എന്തായാലും വീണ്ടും തിരിച്ച് അവർ അധികാരത്തിൽ വരാൻ പോകണം, അപ്പം ഞങ്ങളൊന്നും വോട്ട് ചെയ്യാൻ പോകുന്നില്ല, അതൊരു ഫീലിംഗ് കുറെ ആൾക്കാരുടെ ഇടയിലുണ്ട്. രണ്ടാമത്തെ കാര്യം, എക്സ്ട്രീം ഹീറ്റ്, അതും ഈ വോട്ടേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ ഡാമ്പൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് ഒരു കാര്യമായിട്ട് പറയാനുണ്ട്. രണ്ടാമത്തതെന്ന് പറയുന്നത് വേറെ ഇതാണ് ഏറ്റവും വലിയ ന്യൂസ് എന്നത് പത്രത്തില്. SC ബാക്സ് EVMs റൂൾസ് ഔട്ട് റിവൈവൽ ഓഫ് പേപ്പർ ബാലറ്റ്സ്. കുറച്ച് ആൾക്കാർ സുപ്രീം കോടതിയിൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വീഡിയോ ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ്, EVMസിന്റെ യൂസ് മതിയാക്കിയിട്ട് ബാലറ്റ് പേപ്പറിലേക്ക് പോകണം എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് മാറ്റിയിട്ട് ബാലറ്റ് പേപ്പറിലേക്ക് പോകണമെന്ന്. രണ്ടാമത്തെ വേറൊരു പെറ്റീഷൻ, VVPATs ഉണ്ടല്ലോ, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. നിങ്ങൾ എല്ലാവരും ഇന്നലെ കണ്ടു കാണും. അത് ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു പ്രിന്റ് ഔട്ട് ജനറേറ്റ് ചെയ്യുന്ന മെഷീൻ, ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഒരു മെഷീനാണ് VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇതാണ് നമ്മൾ ചെയ്യുന്ന വോട്ടെല്ലാം അതിന്റെ പ്രിന്റ് ഔട്ട് അപ്പം ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ വോട്ടിംഗ് മെഷീന്റെ വോട്ട് എണ്ണുന്നതോടൊപ്പം ഈ VVPATും എണ്ണണം എന്നൊരു ഇതായിരുന്നു രണ്ടാമത്തെ പെറ്റീഷൻ. ഈ 2 പെറ്റീഷൻസ് സുപ്രീം കോടതി റിജക്ട് ചെയ്ത വേറെ ഒന്നും കൊണ്ടല്ല. അവർ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് വരെ 2004 തൊട്ട് കംപ്ലീറ്റ്ലി ഇലക്ഷൻസിൽ EVMസും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. 2013-19 തൊട്ടാണ് VVPAT വരുന്നത്. എനിക്ക് 2019 തൊട്ടാണ് VVPAT വരുന്നത്. അപ്പൊ ഇലക്ഷൻ കൂടുതൽ സുതാര്യമായ VVPAT കൂടെ വന്നപ്പോൾ ഈ VVPATന്റെ 1% വോട്ട് മാത്രമേ മുമ്പ് എണ്ണി നോക്കുള്ളൂ. ഇപ്പൊ അത് 5% എണ്ണി നോക്കുന്നുണ്ട്. അപ്പം ഇതുവരെയ്ക്കും ഒരു മേജർ ഡിസ്ക്രിപ്പാൻസി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. തോക്കുന്ന പാർട്ടികൾ ഇങ്ങനെയുള്ള അലിഗേഷൻ ഉന്നയിക്കുന്നത്, അവർ ജയിക്കുന്ന സമയത്ത് അലിഗേഷൻ ഉന്നയിക്കുന്നതും ഇല്ല. ഇപ്പൊ കോൺഗ്രസ് തെലങ്കാനയിൽ ഇപ്പൊ ജയിച്ചു, ഈ ഇടയ്ക്ക് കർണാടകത്തിൽ ജയിച്ചു, അപ്പൊ അവർക്ക് ഒരു അലിഗേഷനും ഇല്ലായിരുന്നു. പക്ഷേ തോക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന അല്ലാതെ there is no evidence, solid proof to back their allegation. So ഇത് ഈ ഒരു മേജർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടോണ്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഒരു രീതിയിലുള്ള മാൽ പ്രാക്ടീസ് അതിൽ നടക്കുന്നതായിട്ട് ഒരു തെളിവും ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ VVPAT ഫുള്ളി എണ്ണി നോക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ തൽക്കാലം ചിന്തിക്കുന്നില്ല, ഓർഡേഴ്സ് ഒന്നും പുറപ്പെടുവിക്കുന്നില്ല. EVMs തന്നെ മുന്നോട്ടും പോകും. EVMs ഒന്നും ഇനി മാറാണെന്ന് പോകുന്നില്ല ഇന്ത്യയിൽ. അതിനിപ്പോ എത്ര ആൾക്കാർ കിടന്ന് കരഞ്ഞാലും. പിന്നെ VVPAT എന്ന് പറയുന്ന സംവിധാനത്തിലെ വോട്ടുകൾ ചിലപ്പോൾ ഭാവിയിൽ ഫുള്ളി എണ്ണി നോക്കുന്ന ഒരു സിസ്റ്റം വന്നേക്കാം, അല്ലെങ്കിൽ ഒരു 50% എണ്ണി നോക്കുന്ന കാര്യം. അതിന് വേണ്ടിയിട്ട് മെഷീൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പഠിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷനോട് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത് കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നതിനെ. ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ ഈ ഒരു ലൈനിൽ അതിനെ അപ്രീഷിയേറ്റ് കോടതിയുടെ വിധിയോ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് അതിലേക്ക് പോവാം, എഡിറ്റോറിയലിലേക്ക്. അപ്പൊ അതാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഈ പത്രത്തിലെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ വേറൊരു ന്യൂസ് ഉണ്ട്, അതും നമ്മൾ പഠിക്കേണ്ടതാണ്. ഡിസൈഡ് ഓൺ പെറ്റീഷൻ ടു അലോ വിമൻ ടു ടേക്ക് CDS എക്സാമിനേഷൻ, ഡൽഹി ഹൈക്കോർട്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ സേനകളില് സ്ത്രീകൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരുപാട് മേഖലകൾ ഉണ്ടായിരുന്നു. കോടതിയുടെ ഇടപെടലുകൾ കൊണ്ട് മാത്രമാണ് ആ മേഖലകൾ പലതും സ്ത്രീകൾക്ക് തുറന്നു കൊടുത്തത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് സ്കൂൾ തന്നെ, സൈനിക സ്കൂളിൽ സ്ത്രീകൾക്ക് പഠിക്കാൻ പറ്റൂലായിരുന്നു ഒരു 2-3 വർഷം മുമ്പ് വരെ. only for boys ആയിരുന്നു സൈനിക സ്കൂളുകൾ. പക്ഷേ കോടതികളുടെ ഇടപെടൽ മൂലം ഇപ്പൊ സൈനിക സ്കൂളുകളിൽ സ്ത്രീകളല്ല പെൺകുട്ടികൾക്കും അഡ്മിഷൻ എടുക്കാം എന്ന് ആയി. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ എയർഫോഴ്സിലും ഇന്ത്യൻ നേവിയിലും ഇന്ത്യൻ ആർമിയിലും സ്ത്രീകൾക്ക് കോമ്പാറ്റ് റോൾസിൽ ജോയിൻ ചെയ്യാൻ പറ്റൂലായിരുന്നു. അവർക്ക് ലെഫ്റ്റനന്റ് പദവിയൊക്കെ കിട്ടും. അതൊക്കെ എങ്ങനെയാണ് ഈ നഴ്സായിട്ട് ഡോക്ടറായിട്ട് കയറുന്നവർക്കാണ് പദവികളൊക്കെ കിട്ടുന്നത്. അല്ലാതെ കോമ്പാറ്റ് റോളുകളിൽ യുദ്ധത്തിന് അവരെ യുദ്ധ മുന്നണിയിലേക്ക് പരിഗണിക്കില്ലായിരുന്നു. പക്ഷെ അതിലും മാറ്റം വരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിലാണ് ആ മാറ്റം ആദ്യം വരുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റ്സ് ആയിട്ട് ആദ്യം 3 സ്ത്രീകൾ കയറിയത് വലിയ വാർത്തയായി. ആവണി ചതുർവേദിയും ഭാവന കാന്തും മോഹന സിംഗും. ആവണി ചതുർവേദി, ഭാവന കാന്ത്, മോഹന സിംഗ്. അതൊരു 5-6 വർഷം മുമ്പാണ്. അതിനുശേഷം പിന്നെ സ്ത്രീകൾ അത് ഈ പറഞ്ഞ കോമ്പാറ്റ്
പൈലറ്റ് റോളിൽ ആർമിയിൽ, എയർഫോഴ്സിൽ, നേവിയിലും ഒക്കെ എടുക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ അതും സ്ത്രീകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അപ്പോഴും പിന്നെ അടുത്ത പ്രശ്നം NDA നാഷണൽ ഡിഫൻസ് അക്കാഡമികളിൽ പെൺകുട്ടികളെ എടുക്കൂലായിരുന്നു, ആൺകുട്ടികളെ മാത്രമേ എടുക്കുള്ളായിരുന്നു. അവിടെയും മാറ്റി ഇപ്പൊ NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയിലും പെൺകുട്ടികളെ എടുക്കാൻ തുടങ്ങി. ഇനിയിപ്പോ CDS കമ്പൈൻ ഡിഫൻസ് സർവീസ് വഴി സ്ത്രീകൾക്ക് ആർമിയിലും, എയർഫോഴ്സിലും, നേവിയിലും ഒക്കെ ഓഫീസേഴ്സ് ആയിട്ട് കയറുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ റെസ്ട്രിക്ഷൻസ് മാറ്റണം എന്നും പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് സുപ്രീം കോടതി കേസ് കൊടുത്ത്, ഡൽഹി ഹൈക്കോർട്ടിൽ കേസ് കൊടുത്ത് ഡൽഹി ഹൈക്കോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എത്രയും പെട്ടെന്ന് അടുത്ത 2 to 3 വീക്സ് അങ്ങനെ ഒരു സമയം കൊടുത്തിട്ടുള്ളത്. 8 വീക്സ്. ആ 8 വീക്സിനകത്ത് ഇതിലൊരു ഡിസിഷൻ പറയണമെന്ന് പറഞ്ഞേക്കാണ്. അപ്പം അതാണ് മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ ലോക്കോ പൈലറ്റ്സ് വെർ നോട്ട് വാച്ചിങ് ക്രിക്കറ്റ്, അതൊരു കഴിഞ്ഞ വർഷം നടന്നൊരു ട്രെയിൻ ക്രാഷ്, അതിൽ ആൾക്കാർ മരിച്ചതിനെ കുറിച്ചുള്ളൊരു, അത് നമുക്ക് വേണ്ട. അത്രയാണ് നമ്മുടെ ഫ്രണ്ട് പേജിലെ ന്യൂസുകൾ. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ ഒരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ ലോക്സഭാ പോൾസ് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ബൂത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു, വോട്ട് ചെയ്യാന്ന് പറഞ്ഞൊക്കെയുള്ളൊരു ന്യൂസാണ്. ഡിസേബിൾഡ് ഫ്രണ്ട്ലി, അതിന് ഞാൻ ഈ പറയാനുള്ള ഒരു കാര്യം, ആക്സസിബിൾ ഇന്ത്യ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമുണ്ട്, ആക്സസിബിൾ ഇന്ത്യ എന്ന് പറയുന്ന സ്കീമിന്റെ എയിം തന്നെ ഇന്ത്യയിലെ പബ്ലിക് പ്ലേസസ് എല്ലാം, പബ്ലിക് പ്ലേസസ് എന്ന് പറഞ്ഞാൽ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ എന്ന് വെച്ചാൽ പബ്ലിക് വരുന്ന എല്ലാ സ്ഥലങ്ങളും, നമ്മളിപ്പോ ട്രിവാൻഡ്രത്തെ സെക്രട്ടേറിയറ്റ് ഒരു പബ്ലിക് പ്ലേസ് ആണ്, KSRTC ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അപ്പൊ ഇതെല്ലാം കംപ്ലീറ്റ്ലി ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആവണം. അതായത് ദിവ്യാംഗ് ആൾക്കാരെ നമ്മളിപ്പോ വിളിക്കുന്ന ആൾക്കാർക്ക് നമ്മളെപ്പോലെ അവിടെ ചെന്നാൽ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. ഇപ്പം അവർക്ക് ബ്രെയിലി ലിപിയിലുള്ള എഴുത്തുകൾ, അവർക്ക് അതുപോലെ എസ്കലേറ്റേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്ത് അവർക്ക് നമ്മളെപ്പോലെ എല്ലാം ചെയ്യാൻ പറ്റണം. അതാണ് ആക്സസിബിൾ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ട് ഇന്ത്യയിലെ പബ്ലിക് പ്ലേസസ് എല്ലാം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്കീമിന്റെ പേരെന്താണെന്ന് ഏതെങ്കിലും ഒരു എക്സാമിനോ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ പേരാണ് ആക്സസിബിൾ ഇന്ത്യ. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് താഴോട്ട് വരുമ്പോ ടിസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ടിസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ആണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്, ടിസ്. പിന്നെ ഇത്രയാണ് ഈ പേജിൽ നമുക്ക് വേണ്ടത്. ഇനി അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിലേക്ക് പോകുമ്പോ ഒരു ന്യൂസ് നമുക്ക് ആവശ്യമുള്ളതല്ല, എല്ലാം വിട്ടേക്കാം. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഇവിടെ ഒരു ന്യൂസ് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്, അത് ഞാൻ പറയാം. എന്താണെന്ന് വെച്ചാല് എൻഡേഞ്ചേർഡ് സ്പീഷീസ് അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് ജീവികളുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നറിയപ്പെടുന്ന ജീവജാലങ്ങൾ. ഈ ജീവജാലങ്ങളെയൊക്കെ റെഡ് ലിസ്റ്റിൽ പെടുത്തുന്നത്, ഇവരെ യഥാർത്ഥ വംശനാശ ഭീഷണി അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ ഭീഷണി നേരിടുന്ന എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് എന്ന് അതിന് വ്യക്തത വരുത്തുന്ന ഒരു സംഭവമാണ് റെഡ് ബുക്ക് എന്ന് പറയുന്നത്. ഈ റെഡ് ബുക്ക് ഉണ്ടാക്കുന്നത് IUCN ആണ്. IUCN എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഈ IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എൻഡേഞ്ചേർഡ് സ്പീഷീസ് പെടുത്തിയിരിക്കുന്ന പല ജീവജാലങ്ങളിൽ ഒരെണ്ണം ആണ് നീൽഗിരി താർ എന്നറിയപ്പെടുന്നത്. നീൽഗിരിയില് മലയില് ഒക്കെ കാണുന്ന ഒരു സംഭവമാണ് നീൽഗിരി താർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ എണ്ണം കൂടിയെന്നും ഇനി അതിനെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ട് പിന്നീട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ വാദം. അത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഒരു സെൻസസ് നടത്താൻ പോവുകയാണ് നീൽഗിരി താറിന്റെ ഈ മേഖലയിൽ IUCN റെപ്രസെന്റേറ്റീവിന്റെ സാന്നിധ്യത്തിൽ. അപ്പൊ IUCN എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഹിന്ദുവിന്റെ എഡിറ്റോറിയലാണ് നമുക്ക് ഇപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ എഡിറ്റോറിയൽസ് രണ്ടും ആവശ്യമുള്ള എഡിറ്റോറിയൽസും ആണ്. അല്ലെങ്കിലും ഇന്നത്തെ മാത്രമല്ല, ഇന്നലത്തെ എഡിറ്റോറിയൽസ് നമുക്ക് ആവശ്യമുള്ളതാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആണ്. അല്ല പൊളിറ്റിക്സ് ഒന്നും അല്ല. ട്രസ്റ്റ് ഇൻ മെഷീൻസ് എന്ന് പറയുന്ന ആദ്യത്തെ എഡിറ്റോറിയൽ. ഈ ആദ്യത്തെ എഡിറ്റോറിയൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇതിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതുമാണ്. എന്നാലും ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സുപ്രീം കോർട്ട് ഈ നമ്മളുടെ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ VVPAT ജനറേറ്റ് ചെയ്യുന്ന 100% സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തണം എന്നുള്ള കാര്യം
ആവശ്യപ്പെട്ട കാര്യം റിജക്ട് ചെയ്തു. അതൊരു സർപ്രൈസും ഇല്ല. അതിൽ കാര്യം എന്ന് വെച്ചാൽ ഒരു സർപ്രൈസും ഇല്ലെന്നാണ് ഹിന്ദു പറഞ്ഞേക്കുന്നത് ആ ഒരു കോടതി വിധിയിൽ. കാര്യം കോടതിക്ക് തെളിവുകളാണ് വേണ്ടത്. മാൽ പ്രാക്ടീസസ് നടക്കുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയാലേ പറ്റുള്ളൂ. ഒരാളെ കൊന്നാൽ പോലും ആ കൊന്ന ആളിനെതിരെ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി ശിക്ഷിക്കുള്ളൂ. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ ഇത് യാതൊരു തെളിവില്ലാത്ത സ്ഥിതിക്ക് ഈ ഒരു സിസ്റ്റം തെറ്റാണെന്ന് ഒരിക്കലും കോടതി പറയാൻ പോണില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു സർപ്രൈസും ഇല്ല എന്നാ പറയുന്നത്. ഓൾറെഡി തന്നെ പലതവണ സുപ്രീം കോടതി ഇന്ത്യയിൽ നടക്കുന്ന ഈ ഇലക്ഷന്റെ അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷന്റെ പ്രോസസ് എല്ലാത്തിനെയും പലതവണ അവര് അപ്ഹെൽഡ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ സാങ്ക്ടിറ്റി അവർ അപ്ഹെൽഡ് ചെയ്തിട്ടുള്ളതാണ്. അത് പറയുന്നുണ്ട് പല പല ജഡ്ജ്മെന്റുകളുടെ കാര്യവും ഒക്കെ. അപ്പോ പേപ്പർ ബാലറ്റ്സിലേക്ക് പോകണം എന്നുള്ള ആവശ്യവും ഇതിന്റെ കൂടെ തന്നെ അവർ റിജക്ട് ചെയ്തു. VVPAT കംപ്ലീറ്റ്ലി എണ്ണണം എന്ന് പറഞ്ഞ കാര്യവും റിജക്ട് ചെയ്തു. അതുപോലെ പേപ്പർ ബാലറ്റ്സിലേക്ക് പോകണം എന്നുള്ള കാര്യവും അവര് റിജക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുപോലെ ഈ പേപ്പർ ട്രയൽസിന്റെ 50% എണ്ണണം എന്ന് ഒരു ഇതുണ്ടായിരുന്നു. അത് അവർ തൽക്കാലത്തേക്ക് റിജക്ട് ചെയ്തേക്കാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ അവർ ഇലക്ഷൻ കമ്മീഷനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പേപ്പർ വെരിഫൈബിൾ ഓഡിറ്റ് ട്രയലിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന പ്രിന്റ് ഔട്ടുകൾ മെഷീൻ വെച്ച് കൗണ്ട് ചെയ്യാം. അല്ല ഹാൻഡ് വെച്ച് കൗണ്ട് ചെയ്താൽ നമുക്ക് ഇന്ത്യ ഇത്രയും വലിയൊരു രാജ്യമാണ്. ഇപ്പൊ അമേരിക്കയിൽ ഇങ്ങനെ പേപ്പർ ബാലറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമേരിക്കയിൽ 30 കോടി ജനങ്ങളെ ഉള്ളു. അതിൽ 1/4 ആൾക്കാരായിരിക്കും വോട്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ പിള്ളേരൊക്കെ ആയിരിക്കും. അപ്പം അത്രേ കാണുള്ളൂ. അതുപോലെ അല്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ ഏതാണ്ട് 90 കോടി ആൾക്കാരെ കണ്ടാണ് വോട്ട് ചെയ്യുന്നത്. 90-80 കോടി ആൾക്കാരെ വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യക്ക് ഒരിക്കലും ബാലറ്റ് പേപ്പർ വെച്ച് എണ്ണിക്കൊണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ അതിന് മെഷീൻസോ വല്ലതും നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കണം. അങ്ങനെ കൂടുതൽ നമ്മളത് ട്രാൻസ്പെയറന്റ് ആക്കാന്നൊക്കെ സുപ്രീം കോടതി ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് എൻ്റെ അകത്ത്. പിന്നെ അവർ പറയുന്ന വെച്ചാല് ഈ VVPAT ജനറേറ്റ് ചെയ്യുന്ന പ്രിന്റ് ഔട്ടുകൾ മിനിമം 45 days എങ്കിലും അതുപോലെ കീപ്പ് ചെയ്യണം. കാര്യം ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടായാൽ വീണ്ടും എണ്ണി നോക്കുക എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ VVPAT എന്നുള്ള 5% പ്രിന്റ് ഔട്ടുകൾ എണ്ണി നോക്കുന്നുണ്ട് റാൻഡമായിട്ട് പല ബൂത്തുകളിലായിട്ട്. അതിലെന്തെങ്കിലും വേരിയേഷൻ ഇന്നുവരെയും കണ്ടിട്ടില്ല അവരുതായിട്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇത്രയൊക്കെയാണ് എൻ്റെ അത് പറയാനുള്ളത്. അല്ലാതെ വേറെ ഒന്നും എൻ്റെ അത് പറയാനില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫസ്റ്റ് എഡിറ്റോറിയൽ മറ്റു കാര്യങ്ങളൊന്നും പറയാനില്ല. സെക്കൻഡ് എഡിറ്റോറിയൽ ഒരു ഇന്റർനാഷണൽ വിഷയത്തിനെ കുറിച്ചാണ്. 8 for war എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. 8 for war എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞ കുറെ കാലമായിട്ട് US-ലെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, ജോയ് ബൈഡന്റെ ഗവൺമെന്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ യുക്രൈനെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതായിരുന്നു. കാര്യം യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ യുദ്ധം നിലനിന്ന് പോകുന്നത് അമേരിക്കയുടെയും മറ്റ് വെസ്റ്റേൺ കൺട്രീസിന്റെയും ഫണ്ടിങ് കൊണ്ട് മാത്രമാണ്. അപ്പം ഈ ഫണ്ടിങ് കഴിഞ്ഞ് കുറച്ചു കാലമായിട്ട് നിലച്ചു കിടക്കുകയായിരുന്നു. ആ സമയത്ത് റഷ്യ തലങ്ങും വിലങ്ങും യുക്രൈനായിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാല് അമേരിക്കയുടെ സെനറ്റില് അതുപോലെ അമേരിക്കൻ കോൺഗ്രസ് ഒക്കെ പിന്നീട് ഉള്ള കൂടുതൽ സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും ഉള്ള കൂടുതൽ ഒരു ആൾക്കാരും ഈ പ്രത്യേകിച്ച് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ, ഈ രണ്ട് പാർട്ടിക്കാരാണല്ലോ ഉള്ളത്. റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ പാർട്ടി, ഡെമോക്രാറ്റ് പാർട്ടി ഇവിടുത്തെ പ്രസിഡന്റായ ജോയ് ബൈഡന്റെ പാർട്ടി. ഇവരിൽ പലരും ഇങ്ങനെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വെറുതെ യുക്രൈനൊക്കെ വെറുതെ കൊടുത്ത് ഇങ്ങനെ അമേരിക്ക നശിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. പ്രത്യേകിച്ച് ഈ ട്രംപ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു എയ്ഡും കൊടുക്കൂല യുക്രൈനെന്നും യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകെപ്പാടെ ഒരു ഒപ്പോസിഷൻ ഈ യുക്രൈനൊക്കെ ഇങ്ങനെ ഫണ്ടിങ് കൊടുക്കുന്നതിലുള്ള ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ബൈഡൻ ഫേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തായാലും ഇപ്പൊ അവസാനം $95 ബില്യൺ 95 ബില്യൺ ഡോളറിന്റെ ഫണ്ടിങ് ഈ മൊത്തവും യുക്രൈൻ അല്ല, ബാക്കി കുറെ ഇസ്രായേലിന് പിന്നെ കുറെ തൈവാന് ഇവർക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കാനുള്ള ഒരു തീരുമാനം അമേരിക്കയുടെ കോൺഗ്രസ് അവസാനം പാസ്സാക്കി. ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലും അവിടുത്തെ സെനറ്റിലും ഒക്കെ പാസ്സായി. അതിൽ $61 ബില്യൺ യുക്രൈന കൊടുക്കാൻ പോണം, $26 ബില്യൺ ഇസ്രായേലിനും അതുപോലെ $8 ബില്യൺ തൈവാനുമാണ് കൊടുക്കാൻ പോണത്. പിന്നീട് ടിക്ടോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല് അവിടെ പാസ്സായി. ടിക്ടോക്കിന്റെ ബില്ല് എന്ന് വെച്ചാൽ ഈ യുദ്ധത്തിലെ എയ്ഡുമായിട്ട് ബന്ധമൊന്നുമില്ല. ടിക്ടോക്കുമായിട്ട് ബന്ധപ്പെട്ട ബില്ലെന്ന് പറഞ്ഞാൽ ടിക്ടോക്കെ ബാൻ ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ അവര് അതിന്റെ ഓണർഷിപ്പ് ചൈനക്കാരിൽ നിന്ന് മാറ്റണം. ചൈനയുടെ ഓണർഷിപ്പിലാണ് ഇപ്പൊ ടിക്ടോക്ക് ഉള്ളത്. അല്ലെങ്കിൽ ചൈന എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഓണർഷിപ്പ് അതിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതിനെ കുറിച്ചും അവർ ആലോചിക്കുമെന്നാണ് അമേരിക്കയിൽ പാർലമെന്റ്, അമേരിക്കൻ പാർലമെന്റ് അല്ല, അമേരിക്കൻ കോൺഗ്രസ് എന്ന് പറഞ്ഞത്, അമേരിക്കൻ കോൺഗ്രസിലെടുത്ത തീരുമാനം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതിപ്പോ യുക്രൈനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ശ്വാസം വീണു. കാര്യം ഇസ്രായേലിന് എന്തായാലും ഫണ്ടിങ് കിട്ടും. അതിപ്പോ ട്രംപ് ഒന്നും അതിനെ എതിർക്കത്തില്ല. കാര്യം അമേരിക്കക്ക്
ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത്. അതിന് അമേരിക്കയിലെ ഇപ്പം റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിച്ചാലും ഡെമോക്രാറ്റിക് പാർട്ടി ഭരിച്ചാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് ഒപ്പോസ് ചെയ്യത്തില്ല. ഇപ്പൊ യുക്രൈൻ ആയിരുന്നു ആകെ പെട്ടിരുന്നത്, പക്ഷെ ഇപ്പൊ അവർക്ക് ഒരു ആശ്വാസമായി. അവർക്ക് $61 ബില്യൺ ഇപ്പൊ അവരെന്ന് കിട്ടാൻ പോവുകയാണ്. ആരെന്നാണ്? അമേരിക്കയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇസ്രായേൽ അവിടെ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് എയ്ഡ് ഗാസയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഈ ഇസ്രായേലിനുള്ള $26 ബില്യൺ സഹായം എന്ന് പറയുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. അത് ഇതിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്, സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റൈറ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യസ് മസ്ജിദ്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ കാണാം. അത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാല്, ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ തർക്കങ്ങളിൽ പലതിലും സുപ്രീം കോടതി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുരാവസ്തു വകുപ്പിന്റെ സർവേ ആവശ്യപ്പെട്ടേക്കാണ്. പക്ഷെ ഓൾറെഡി ഇന്ത്യയിൽ ഒരു ആക്ട് ഉണ്ട്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് ഞാനിവിടെ എഴുതേണ്ട ആവശ്യമില്ല. പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991. ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 അനുസരിച്ച് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ഒരു ആരാധനാലയത്തിന്റെ, അത് ഹിന്ദുവിന്റെ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ ആരെ ആയിക്കോട്ടെ, ആരാധനാലയത്തിന്റെ റിലീജിയസ് ക്യാരക്ടർ എന്താണോ ആ റിലീജിയസ് ക്യാരക്ടർ കണ്ടിന്യൂ ചെയ്യണം. അത് ഇപ്പൊ ഒരു പള്ളി എടുത്താൽ ആ പള്ളി പണ്ട് അമ്പലമായിരുന്നിരിക്കും ഒരു പക്ഷെ മുഗൾ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ആക്രമിച്ച് തകർക്കപ്പെട്ടതൊക്കെ ആവാം. പക്ഷെ എന്നാലും 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ഈ അതിന്റെ ക്യാരക്ടർ പള്ളി ആയിരുന്നുണ്ടെങ്കിൽ അത് പള്ളിയായിട്ട് തന്നെ തുടരണം. റിലീജിയസ് ക്യാരക്ടർ പള്ളി ആയിരുന്നെങ്കിൽ അതാണ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 പറയുന്നത്. പക്ഷേ ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഒരു മണ്ടത്തരം പറ്റി. അത് ഇന്ത്യ ഗവൺമെന്റ് ആണ് ഉണ്ടാക്കിയത്. 1991 91 കാലഘട്ടത്തിൽ നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഒരു മണ്ടത്തരം പറ്റിയവർക്ക് ഈ റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നോ അത് തന്നെ നിലനിർത്തണം എന്നാണ് അത് എഴുതി വെച്ചിരുന്നത്. ഈ റിലീജിയസ് ക്യാരക്ടർ എന്ന് പറയുന്ന സംഭവം എന്താണെന്നുള്ള കാര്യം അത് അതിന്റെ മുകളിൽ സ്ട്രക്ചർ ഇപ്പൊ പള്ളിയുടെ അമ്പലത്തിൻ്റെത് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന്റെ അകത്ത് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഇപ്പൊ പ്രശ്നം അതാണ്. ഇപ്പൊ ഈ ഗ്യാൻവാബി ഇതിന്റെ അത് പറഞ്ഞതിനെ കുറിച്ചാണ്. ഗ്യാൻവാബി മസ്ജിദ് ഇഷ്യൂ ഉണ്ട്. ഈ ഗ്യാൻവാബി മസ്ജിദ് ഇഷ്യൂന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഗ്യാൻവാബി എന്ന് പറയുന്നത് വാരണാസിയിൽ കാശി വിശ്വനാഥ് ടെമ്പിളിനോട് ചേർന്നിരിക്കുന്ന ഒരു മസ്ജിദാണ്. ഇതിന്റെ റിലീജിയസ് ക്യാരക്ടർ ആക്ച്വലി ഇത് പള്ളി സ്ട്രക്ചറാണ്. പക്ഷെ അതിന്റെ അകത്ത് അമ്പലത്തിലെ വിഗ്രഹങ്ങളുണ്ട്. അതിന്റെ അകത്ത് ഒരു ഗണേശ് ആണെന്ന് തോന്നുന്നു, ഒരു ഐഡലും ശിവ ലിംഗവും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പണ്ടേ അവിടെ അതിനകത്ത് മുസ്ലിങ്ങളുടെ സമ്മതത്തോടു കൂടി തന്നെ ഹിന്ദുക്കൾ അതിൻ്റെ അകത്ത് ആരാധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ റിലീജിയസ് ക്യാരക്ടർ എന്താണെന്നുള്ള കാര്യം ഇനിയിപ്പോ കോടതി ഡിസൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് പ്രശ്നം. അപ്പൊ അത് അന്ന് ഉണ്ടാക്കിയ ആൾക്കാര് ഇങ്ങനെ ഒരു ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991 ഉണ്ടാക്കിയപ്പോൾ റിലീജിയസ് ക്യാരക്ടർ എന്താണോ അത് തുടരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. റിലീജിയസ് ക്യാരക്ടർ എന്താണെന്ന കാര്യം ഇപ്പൊ കോടതി തീരുമാനിക്കേണ്ട അവസ്ഥയാണ്. കാര്യം അതിന്റെ അകത്ത് അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളും വെളിയിൽ പള്ളിയുടെ സ്ട്രക്ചറുമാണ്. ഇതാണ് ഗ്യാൻവാബി. ഇത് തന്നെയാണ് വേറൊരു പ്രശ്നമുണ്ട്. ഈ രാമജന്മഭൂമി അയോധ്യയിലെ പ്രശ്നം പോലെ ഇവിടെ മധുരയിൽ ഷാഹി ഈദ്ഗാ മസ്ജിദ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. മധുരയിൽ കൃഷ്ണ ജന്മഭൂമിയിൽ ഷാഹി ഈദ്ഗാ മസ്ജിദ് ഇത് കൃഷ്ണ ജന്മഭൂമിയിലാണ് ഈ പള്ളി നിൽക്കുന്നത് എന്നാണ്. മധുരയാണല്ലോ കൃഷ്ണ ജന്മസ്ഥലം. ഇതാണ് അടുത്ത ഡിസ്പ്യൂട്ട്. ഇവിടെയും പ്രശ്നമാണ്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് ഭോജ്ശാല. ഇതും മധുര എന്ന് പറഞ്ഞ യു പി ആണ്. ഗ്യാൻവാബി യു പിയിലാണ്. ഇനി ഞാൻ പറയാൻ പോണത് ഭോജ്ശാല കമൽ മൗല MAUL ഭോജ്ശാല കമൽ മൗല മസ്ജിദ് ഇഷ്യൂ. ഇത് മധ്യപ്രദേശിൽ ഭോജ്ശാല കമൽ മൗല മസ്ജിദ് ഇഷ്യൂ. അങ്ങനെ കുറെ വിഷയങ്ങളാണ്. അപ്പൊ അത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങൾ പൊക്കോണ്ടിരിക്കുക. അപ്പൊ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ടേ പ്രശ്നമാണ്. അതുണ്ടാക്കി വെച്ചേക്കുന്ന മിസ്റ്റേക്ക് ആയിട്ടാണ്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. പറഞ്ഞേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് പേജ് അതൊന്നും പറയാനില്ല. ഡിസ്ട്രസ്. പിന്നെ ഈ പേജിൽ പോകുമ്പോ കൂടുതലും കോടതിയുടെ വിധിയെ കുറിച്ചാണ്. VVPAT EVM ഇതിനെ കുറിച്ചുള്ള വിധിയെ കുറിച്ചാണ്. താഴെ വരുമ്പോ അതുകൊണ്ട് അവിടെ അതൊന്നും പറയാനില്ല. താഴോട്ട് വരുമ്പോ ഒരു വിഷയം പറയാനുണ്ട്. SC seeks easy reply on petition for fresh poll if Nota gets most votes. Nota നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വോട്ടിംഗ് മെഷീനിലുള്ള ഒരു സംഭവമാണ് നോട്ട. നോട്ട എന്ന് പറഞ്ഞാൽ നൺ ഓഫ് ദ എബവ്. അതായത് നമുക്കാർക്ക് 2013 നോട്ട എന്ന് പറയുന്ന ഒരു ബട്ടൺ EVM വരുന്നത്. അതായത് നമുക്ക് നമ്മളുടെ വോട്ടിംഗ് മെഷീനുള്ള കാൻഡിഡേറ്റ്സ്
ആരെയും നമുക്ക് താല്പര്യമില്ല. ഇപ്പൊ തിരുവനന്തപുരം അടിക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, പന്ന്യൻ രവീന്ദ്രൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ആരെയും നമുക്ക് താല്പര്യമില്ല എന്ന് കരുതുക. ആരെയും നമുക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടയ്ക്ക് വോട്ട് കുത്താം. ഇങ്ങനെ നോട്ടയ്ക്ക് വോട്ട് കുത്തുന്ന സമയത്ത് നോട്ടയ്ക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയത് എങ്കിൽ ഇപ്പൊ ഉണ്ടാക്കി വെച്ചേക്ക് എന്താണെന്ന് അറിയാമോ? ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്, ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അനുസരിച്ച് നോട്ടയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടിയാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ കാൻഡിഡേറ്റ് ആരാണെന്ന് നോക്കും, അവരെ വിന്നറായിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, പക്ഷെ അത് തെറ്റാണ്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. കാര്യം എന്താണ്? അതില് നമ്മൾ നമുക്ക് ആ കാൻഡിഡേറ്റ്സിന് ആരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ നമ്മൾ നൺ ഓഫ് ദ എബോയ്ക്ക് കുത്തിയത്. അപ്പൊ എല്ലാ മെജോറിറ്റി ആൾക്കാർക്ക് അവിടുത്തെ കാൻഡിഡേറ്റ്സിന് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ രണ്ടാമത്തെ ആളിനെ അത് വിജയമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അപ്പോ ആ നോട്ട വരുന്ന സമയത്ത് ഇതല്ല ചെയ്യേണ്ടത്. നോട്ടയ്ക്ക് മെജോറിറ്റി കിട്ടിയാൽ റീ ഇലക്ഷൻ നടത്തണം എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് പോയിട്ടുള്ളത്. അത് ഇലക്ഷൻ കമ്മീഷന്റെ അഭിപ്രായം സുപ്രീം കോടതി ചോദിച്ചേക്കാണ്. അതാണ് കറക്റ്റ്. നോട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നെങ്കിൽ അവിടെ റീ ഇലക്ഷൻ നടത്തണം. കാര്യം അവിടുത്തെ കാൻഡിഡേറ്റ്സിന് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് നോട്ടയ്ക്ക് കൂടുതൽ വോട്ട് കിട്ടും. പിന്നെ നെക്സ്റ്റ് പേജിൽ ഒന്നുമില്ല പൊളിറ്റിക്സ്. ഇതിനടുത്ത പേജിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗുമായിട്ട് ബന്ധപ്പെട്ട കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന് പറഞ്ഞ പഴയ, ഇപ്പൊ അതല്ല, അതുകൊണ്ട് അത് എഴുതിയെടുക്കണ്ട, WFIയുടെ പ്രസിഡന്റ് ആയിരുന്നു, റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ. ഈ റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ അങ്ങനെ പഴയ ബി ജെ പി ലീഡറിൽ എപ്പോഴും BJP ലീഡറാണ്. റസലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ അയാൾ ഒരുപാട് ഗുസ്തി താരങ്ങളെ സെക്ഷലി ഹരാസ് ചെയ്തു എന്നൊരു വലിയ വിഷയം ഉണ്ടായി. അവസാനം പുള്ളിക്ക് WFIയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്ത് പോവേണ്ടി വന്നു. ഇപ്പൊ കോടതിയിൽ കേസ് കിടക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ വരുന്നത്. അത് ഞാനൊന്നും പറയുന്നില്ല. അത് നിങ്ങൾ അറിയാവുന്ന കാര്യമായിരിക്കും. രണ്ടാമത് CRPF ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമുണ്ട്. CRPF എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്. അത് നിങ്ങൾക്ക് അറിയാം. പക്ഷേ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ കുറെ പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് അർദ്ധ സൈനിക വിഭാഗങ്ങൾ എന്ന് മലയാളത്തിൽ പറയുന്ന സംഭവമാണ് പാരാമിലിറ്ററി ഫോഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് CRPF. ഇതല്ലാതെ CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, SSB സശസ്ത്ര സീമാ ബെൽ ഉണ്ട്, ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഉണ്ട്, ആസാം റൈഫിൾസ് ഉണ്ട്. അങ്ങനെ കുറെ പാരാമിലിറ്ററി ഫോഴ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും വലുതാണ് CRPF എന്ന് പറയുന്നത്. പിന്നെ അവിടെ വേറൊരു കാര്യവും എനിക്ക് പറയാനുണ്ട്. അഡോപ്റ്റ് സീറോ ടോളറൻസ് ടുവേർഡ്സ് ടെററിസം ഇന്ത്യ അറ്റ് SCO മീറ്റ്. SCO എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. ഷാങ്ഹായ്, ഇത് ചൈനയിലെ ഒരു സിറ്റിയാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ SCO. ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, പിന്നീട് കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, പിന്നെ ഈ ഇടയ്ക്ക് ഇറാൻ, ഇവരെല്ലാവരും ഉള്ള ഇറാനാണ് ലേറ്റസ്റ്റ് ആയിട്ട് SCOയിൽ എടുത്തത്. എല്ലാവരും ഉള്ള ഒരു ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരുമിച്ചുള്ള ഓർഗനൈസേഷൻസ് വളരെ റെയർ ആണ്. അതിലൊരെണ്ണമാണ് SCO, ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ. അതിന്റെ ഒരു മീറ്റിംഗ് ഇപ്പൊ അസ്താന എന്നുള്ള സ്ഥലത്ത് വെച്ച് നടന്നു. അസ്താന നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അറിഞ്ഞോളുക. കസാക്കിസ്ഥാന്റെ ക്യാപിറ്റലാണ് അസ്താന. കസാക്കിസ്ഥാന്റെ ക്യാപിറ്റൽ അസ്താനയിൽ വെച്ച് ഇപ്പൊ നടന്നു. അതിൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി ഗിരിധർ അരമാനെ പങ്കെടുത്തു. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ അല്ല, ഡിഫൻസ് സെക്രട്ടറിയാണ് ഗിരിധർ അരമാനെ. ഇന്ത്യയുടെ ഡിഫൻസ് സെക്രട്ടറി ഗിരിധർ അരമാനെ പങ്കെടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ആണ്. അപ്പോ ഈ SCOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്നും കൂടെ പഠിച്ചു വെച്ചേക്കണം. ബെയ്ജിംഗ് ആണ്, ചൈനയുടെ ക്യാപിറ്റലായ ബെയ്ജിംഗ് ആണ് SCOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ ജർമ്മനി ലെറ്റ്സ് ഇന്ത്യ ബൈ സ്മോൾ ആംസ് ഫ്രം ഇറ്റ്സ് ഫേംസ്. അതൊരു വലിയ ന്യൂസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രത്യേകത ഈ സ്പെയർ പാർട്സ് പോലുള്ള ഈ ആംസിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്മോൾ ആംസ്, ചെറിയ ആയുധങ്ങൾ അല്ലെങ്കിൽ ആംസിന് ഉപയോഗിക്കുന്ന ചെറിയ സ്പെയർ പാർട്സുകൾ ഇതൊന്നും ഒരു തേർഡ് കൺട്രിക്ക് വിൽക്കൂലായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം, അങ്ങനെ ഒരു നിയമം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യക്ക് ഇപ്പോൾ അത് അലവ് ചെയ്തേക്കുകയാണ്. In a major relaxation, Germany has granted license to India to purchase small arms from German companies. ഇവിടെ പറയുന്നുണ്ട് Germany for some time has had a bar on the sale of small arms to third countries. അത് ആ ഒരു ഇതാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വെച്ച് അവര് എടുത്ത് മാറ്റി ഇന്ത്യക്ക് അത് അലോ ചെയ്യാൻ വേണം. പിന്നെ എന്താണ് സ്മോൾ ആംസ് വാങ്ങാനുള്ള? അത് ഏത് രാജ്യമാണ്? ജർമ്മനി. ജർമ്മനിയുടെ ചാൻസലർ ആണ് ഒലാഫ് ഷോൾസ്. ജർമ്മനിയുടെ ഹെഡിനെ പറയുന്നത് ജർമ്മനിയുടെ ചാൻസലർ എന്നാണ്. ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസ് ആണ്. പിന്നെ ഇതൊരു അലാമിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സ്റ്റഡി സേസ് സോളാർ റേഡിയേഷൻ അവൈലബിൾ ഫോർ പ്രൊഡ്യൂസിംഗ് പവർ ഫാളിംഗ് ഇൻ ഇന്ത്യ.
നമ്മളെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ 500 gigawatt of power we should generate from renewable energy sources by 2030. 500 gigawatt of GW ആണ്. 500 gigawatt of power we should produce from renewable energy sources by 2030. The solar energy will play a major role, a pivotal role in this journey. ഈ ജേണി, ഈ ഒരു ഗോളിലേക്കുള്ള ജേണിയില്. അപ്പോ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇപ്പോ സ്റ്റഡി പറയുന്നത് ഇന്ത്യയിൽ പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സോളാർ റേഡിയേഷൻ കുറയുകയാണെന്നാണ്, അതിന്റെ ഇന്റൻസിറ്റി കുറയുകയാണെന്നാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ പോലുള്ള സംഭവങ്ങൾ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുന്നതും പൊല്യൂഷൻ കൊണ്ടാണ് PM കൂടുന്നത്, പാർട്ടിക്കുലേറ്റ് മാറ്റർ കൂടുന്നത്, പൊല്യൂഷനൊക്കെയാണ് അതിന്റെ കാരണം. അപ്പം പേടിക്കാനൊന്നുമില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഫോട്ടോ വോൾട്ടേക് സെൽസിന് പകരം നമ്മൾ കൂടുതൽ മികച്ച ഫോട്ടോ വോൾട്ടേക് സെല്ലുകൾ, PV സെല്ലുകൾ യൂസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ഒരു സ്റ്റഡി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതാണ്. ഓക്കെ, പിന്നെ അടുത്ത പേജ്, നമ്മൾ ഇന്ത്യയിൽ ഈ ഇടയ്ക്ക് ഗ്രൗണ്ട് ചെയ്ത ഒരു എയർലൈൻ, സാമ്പത്തിക പ്രതിസന്ധി മൂലം ഗ്രൗണ്ട് ചെയ്ത ഒരു എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. ഗോ ഫസ്റ്റ് എന്നാണ് എയർലൈൻ്റെ പേര്. ഗോ ഫസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗോ ഫസ്റ്റ് ഇതിന്റെ ഇപ്പൊ ഗ്രൗണ്ട് ചെയ്തിരിക്കുക. അവര് കടം കൊടുക്കാനുള്ളവർക്കൊന്നും കടം മേടിച്ച ബാങ്കുകൾക്കൊന്നും കടം തിരിച്ചു കൊടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലായി പോയി അവര്. IBC എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നടപടികൾ നടത്തുന്നത്. IBC 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. അരുൺ ജെയ്റ്റ്ലി ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് 2016 കൊണ്ടുവന്ന നിയമമാണ് IBC 2016. അതായത് ഒരു സ്ഥാപനം, ഞാനിപ്പോ ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനം നടത്തിയാണ്, ഞാനൊരു 10,000 കോടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, തിരിച്ചടച്ചില്ല. SBIയും ബാങ്ക് ഓഫ് ബറോഡയും യൂണിയൻ ബാങ്കും ചേർന്നാണ് എനിക്ക് ആ ലോൺ തന്നിരിക്കട്ടെ. അപ്പം എനിക്ക് ഈ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാതായാൽ എന്റെ സ്ഥാപനത്തിന് അവര് IBC റൂൾ അപ്ലൈ ചെയ്യും. IBC റൂൾ അപ്ലൈ ചെയ്യുള്ള പ്രശ്നം, ഒരു കോടതിയുണ്ട്, സുപ്രീം കോടതിയിലൊക്കെ അവസാനം ഇപ്പോൾ, ആദ്യം ഈ കോടതിയിലാണ്, NCLT, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. ഈ കോടതിയിൽ അതിവേഗം എന്റെ കേസ് പരിഗണിച്ചിട്ട് ഞാൻ ഈ പൈസ തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് എന്റെ സ്ഥാപനം ലേലത്തിന് വയ്ക്കും. ലേലത്തിന് വെച്ചിട്ട് ലേലത്തിൽ കിട്ടുന്ന തുക എനിക്ക് കിട്ടൂല, അത് ഈ ബാങ്ക് കൊടുക്കും. വളരെ ഫാസ്റ്റ് ആയിട്ട്, ഏതാണ്ട് ഒരു 6 മാസം 1 വർഷം കൊണ്ട് എല്ലാ പ്രോസസ്സും കഴിയും. അപ്പം എനിക്ക് വേണമെങ്കിൽ അപ്പീൽ പോവാം. ഈ NCLTയുടെ ഈ പരിപാടിക്കെതിരെ അപ്പീൽ NCLAT-ലാണ് പോകുന്നത്, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. NCLT നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, അടുത്ത NCLAT-ൽ പോവും, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. അവിടെ എനിക്ക് വല്ല റിലീഫ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. കാര്യം ഞാൻ പൈസ തിരിച്ചടയ്ക്കാത്തത് കൊണ്ടല്ലേ. അപ്പൊ എന്നെ ഈ ഡിസിഷൻ, ഇവരുടെ ഡിസിഷനെ അപ്ഹെൽഡ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം പിന്നെ എനിക്ക് സുപ്രീം കോടതി പോവാം. സുപ്രീം കോടതി അപ്ഹെൽഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഏതാണ്ട് 1 വർഷം കൊണ്ട് കഴിയും. അപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് ബാങ്കുകൾക്ക് കിട്ടാക്കടം തിരിച്ചു പിടിക്കാൻ, വലിയ കോർപ്പറേറ്റുകളെ തിരിച്ചു പിടിക്കാനുള്ള നിയമമാണ് IBC 2016. അത് യുവമാർക്കെതിരെ ഇപ്പൊ അപ്ലൈ ചെയ്യും. ഗോ ഫസ്റ്റിനെതിരെ. DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ റെഗുലേറ്റർ ആണ് DGCA. സിവിൽ ഏവിയേഷൻ മേഖലയിലെ റെഗുലേറ്റർ ആണ് DGCA. പിന്നെന്താണ്, ഇന്ത്യസ് പേറ്റന്റ് ഫയലിംഗ് ക്ലൈംബഡ് 24.6% എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അത് അറിഞ്ഞിരിക്കേണ്ടത്, പേറ്റന്റ് എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. പേറ്റന്റ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ് കാണിക്കുന്നത്. പേറ്റന്റ് കൂടുതലുണ്ടാകുമ്പോൾ ഞാൻ എവിടെയോ വായിച്ചതായിട്ടാണ് എന്റെ ഓർമ്മ, ഒന്ന് ചെക്ക് ചെയ്തോളാം. ലോകത്തെ ഏറ്റവും കൂടുതൽ പേറ്റന്റ് ഫയൽ ചെയ്യുന്ന 3ാമത്തെ രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാണ് എന്റെ വിശ്വാസം. അതൊന്ന് ചെക്ക് ചെയ്തോളാം. നിങ്ങളത് ഞാൻ പറഞ്ഞ അതുപോലെ അക്സെപ്റ്റ് ചെയ്യേണ്ട, ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം. പേറ്റന്റ്സ് ഏറ്റവും കൂടുതൽ ഫയൽ ചെയ്യുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് എന്റെ വിശ്വാസം. ആദ്യത്തെ 2 രാജ്യങ്ങൾ USA-യും ചൈനയാണ്. നാസ്കോം എന്ന് പറഞ്ഞ ഇന്ത്യയുടെ IT കമ്പനികളുടെ കൂട്ടായ്മയാണ് നാസ്കോം, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ചെയിൻ ആണ് അപ്പോളോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ചെയിൻ ആണ് അപ്പോളോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ മാനുഫാക്ചറർ ആണ് മാരുതി. അടുത്ത പേജ് പോകുമ്പോൾ വേൾഡ് പേജിൽ ഇവിടെ ചൈനയുടെയും US-ന്റെയും ലീഡേഴ്സ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയും അവരുടെ തമ്മിലുള്ള ഒരു ഡിസ്കഷന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ്ങിന്റെ കൂടെ നിൽക്കുന്ന ആള് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ആണ്. ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആണ് അമേരിക്കയ്ക്ക് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. അത് ആന്റണി ബ്ലിങ്കൻ ആണ്. ആന്റണി ബ്ലിങ്കൻ. പിന്നെ സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്ററെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സ്കോട്ട്ലൻഡിലെ ഫസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത്
പ്രൈം മിനിസ്റ്റർ ഇക്വലന്റ് ആണ്. സ്കോട്ട്ലൻഡിലെ ഫസ്റ്റ് മിനിസ്റ്റർ എന്നാ പറയുന്നത് ഹംസ യൂസഫ് ആണ്. സ്കോട്ട്ലൻഡിന്റെ ഫസ്റ്റ് മിനിസ്റ്റർ ഹംസ യൂസഫ്. സോറി, ഒരു എസ് എ ഉള്ളേ, YUSAF ആണെന്ന് തോന്നുന്നു. അതെ, YOUSAF ആണ്. പിന്നെ സ്പോർട്സ് പേജിൽ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. സ്പോർട്സ് പേജിൽ IPL-ഉം മറ്റു കാര്യങ്ങളും ഒക്കെ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. തോമസ് കപ്പും റൈഡർ കപ്പും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. യൂബർ കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. തോമസ് കപ്പിലെ ഇപ്പോഴത്തെ നിലവിലുള്ള ചാമ്പ്യന്മാർ ഇന്ത്യയാണ്. പക്ഷെ ആ കപ്പ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ ഇന്ത്യക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. യൂബർ കപ്പ് ഇതുവരെയ്ക്കും ഇന്ത്യ വിൻ ചെയ്തിട്ടില്ല. ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. തോമസ് കപ്പ് ഈസ് ദ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫോർ മെൻ. ഓൺലി മെൻ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ തോമസ് കപ്പ്. അത് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ്. ഇത് ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് തന്നെയാണ് യൂബർ കപ്പ്. ഓൺലി ഫോർ വിമനിനുള്ളതാണ് യൂബർ കപ്പ്. ഇത് ഇപ്രാവശ്യം നടക്കാൻ പോണത് ചൈനയിലെ ചെങ്ദൂല് വെച്ചാണ്. ചൈനയിലെ ചെങ്ദു, CHENGDU, ചെങ്ദു. അപ്പൊ അത്രയാണ് നമ്മളുടെ ന്യൂസ് പേപ്പറിലുള്ള ന്യൂസുകൾ. ഇനി നമുക്ക് ഈ പത്രത്തിലുള്ള കാര്യങ്ങൾ നോക്കാം. EC സെൻസ് നോട്ടീസ് ടു നദ്ദാഫ്, അതൊന്നും വേണ്ട. സെൻസസ് ഡിലേഡ് ആസ് ഗവൺമെന്റ് വാണ്ട്സ്, അത് പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, അല്ല അതിലൊന്നും പറയാം. സെൻസസ് ഡിലേഡ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. സെൻസസ് യഥാർത്ഥത്തിൽ നടക്കേണ്ടിയിരുന്നത് 2021-ലായിരുന്നു, 2021-ൽ. പക്ഷെ ഇപ്പൊ 2024 ആയി. ഇതുവരെയ്ക്കും നടന്നിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ പേജിൽ വേറൊന്നും പറയാനില്ല. അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ പോകുമ്പോൾ ഈ പേജിലും വേറെ ന്യൂസും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ നവീൻ പട്നായിക്കിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നവീൻ പട്നായിക് ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ ആണ്. അത് ഇപ്പം ആ ഒരു ന്യൂസ് വരാൻ കാര്യം വേറെ ഒന്നുമല്ല. ഒഡീഷയിൽ ഇന്ത്യയിൽ ഇപ്പോൾ ലോക്സഭ ഇലക്ഷനൊപ്പം തന്നെ നിയമസഭ ഇലക്ഷൻ നടക്കുന്നുണ്ട്. പുതിയ ചീഫ് മിനിസ്റ്ററെ കണ്ടെത്താൻ ഒഡീഷയിൽ നടക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ നടക്കുന്നുണ്ട്. എന്റെ അമ്മ ശരിയാണെങ്കിൽ സിക്കിമിൽ നടക്കുന്നുണ്ട്. പിന്നെ AP, ആന്ധ്രാപ്രദേശ്. അരുണാചൽ പ്രദേശിൽ, ആന്ധ്രാപ്രദേശിൽ, ഒഡീഷയിൽ, സിക്കിമിൽ. ഓക്കെ, അവിടെ 4ഇടത്തെയും ഇലക്ഷൻ റിസൾട്ട് ഉടനെ അറിയാം, നമ്മളുടെ ലോക്സഭ ഇലക്ഷനൊപ്പം. പിന്നെ വേറൊന്നും പറയാനില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇല്ല, ഈ പേജിലും ഒന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോ നമുക്ക് ഇന്നത്തെ രണ്ട് എഡിറ്റോറിയൽസ് ഉണ്ട്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് നോക്കാം. ഈ വിഷയം ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞതായിരിക്കും, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. പതഞ്ജലി എന്ന് പറയുന്ന ആയുർവേദിക് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി നിങ്ങൾക്കറിയാം. ബാബ രാംദേവ് എന്ന് പറയുന്ന യോഗ ആചാര്യനും ആചാര്യ ബാലകൃഷ്ണ എന്ന് പറയുന്ന മറ്റൊരാളും ചേർന്നാണ് ഇത് നടത്തുന്നത്. ഇവർ യാതൊരു സയന്റിഫിക് അടിസ്ഥാനവും ഇല്ലാതെ പല ക്ലെയിമുകളും ഉണ്ടാക്കുകയും ആ ക്ലെയിമുകളുടെ അടിസ്ഥാനത്തിൽ അവർ അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കുകയും പല മരുന്നുകളും അങ്ങനെ വിൽക്കുകയും ചെയ്തു. അപ്പൊ ഇതില് സയന്റിഫിക് ബേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പല പരാതികളും പോയി. അതുപോലെ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഇന്ത്യയിലുണ്ട്, ASCI, അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ. അവര് അപ്പൊ തന്നെ ഇത് ആയുഷ് മിനിസ്ട്രിക്ക് ഫ്ലാഗ് ചെയ്തു. ഏത് മിനിസ്ട്രിക്ക്? ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, നാച്ചുറോപ്പതിയും കൂടെ വരുന്നുണ്ട്. ആയുർവേദ, യോഗ, യുനാനി, നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി, പിന്നീട് സിദ്ധയുണ്ട്. അപ്പൊ ഈ ആയുഷ് മിനിസ്ട്രിക്ക് ഫ്ലാഗ് ചെയ്തിട്ട്, കാര്യം ASCIക്ക് ഇത് ഫ്ലാഗ് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാതെ അവർക്ക് അതിൽ തീരുമാനം എടുക്കാനോ റെഗുലേറ്റ് ചെയ്യാനോ പറ്റൂല, അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക്. അപ്പൊ ആയുഷ് മിനിസ്ട്രി ഇതിൽ ഡിസിഷൻസ് ഒന്നും എടുക്കുകയോ അല്ലെങ്കിൽ ഈ പതഞ്ജലിയെ അടുത്ത് ഇങ്ങനെ ചെയ്യല് ഇത് തെറ്റാണ്, അതുകൊണ്ട് നിങ്ങളിത് ഇതിൽ എൻഗേജ് ചെയ്യാൻ പാടില്ല എന്ന് അവരെ ഡയറക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പൊ സുപ്രീം കോടതി ഇടപെടുകയും 2023 സുപ്രീം കോടതി മേലെ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റുകൾ കൊടുക്കരുതെന്ന് പതഞ്ജലിയുടെ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് അത് കേൾക്കാതെ വീണ്ടും പതഞ്ജലി അത് കൊടുത്തു. അപ്പൊ അത് കോടതി അലക്ഷ്യമായി, കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായി. അങ്ങനെ കോടതി ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആവുകയും എന്നിട്ട് കോടതി പറഞ്ഞു നിങ്ങൾ അപ്പോളജൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വലിയ വിഷയമായിട്ട് ഇപ്പൊ കിടക്കുകയാണ്. ഇപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ ഡയറക്ട് ചെയ്തിരിക്കുകയാണ് സുപ്രീം കോടതി. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്ലെയിംസ്, അതിപ്പം ആയുർവേദ കമ്പനികൾ മാത്രമല്ല, FMCG കമ്പനികൾ, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനികളൊക്കെ ഒരുപാട് ക്ലെയിംസ് ഇങ്ങനെ ഫ്രിവലൻസ് ആയിട്ട് അവർ ഇറക്കുന്നുണ്ട്. അപ്പൊ ഈ ക്ലെയിംസ് ഒക്കെ ഇത്തരത്തിലുള്ള കൊണ്ടുവന്നാൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുത്തോളെന്ന് പറഞ്ഞത്. ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നെസ്ലെ എന്ന് പറയുന്ന ആഗോള കമ്പനി, ഇത് നമുക്കറിയാം, ഇത് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പാക്കേജ് ഫുഡ് മാനുഫാക്ചർ ആണ് നെസ്ലെ. ഈ നെസ്ലെ ഒരു പരിപാടി കാണിച്ചു. കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ
ഷുഗർ കണ്ടന്റ് ഇന്ത്യയിൽ വിൽക്കുന്നത്, ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ, ലാറ്റിൻ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ വിൽക്കുന്ന ബേബി ഫുഡിൽ ഷുഗറിന്റെ കണ്ടന്റ് കൂടുതൽ. അതേസമയത്ത് ഇതേ സാധനം അവർ യൂറോപ്പിലും അമേരിക്കയിലും വിൽക്കുമ്പം പെർമിസിബിൾ ലിമിറ്റിൽ. അപ്പൊ അത് ഇന്ത്യക്കാരെ അതുപോലുള്ള തേർഡ് വേൾഡ് കൺട്രീസിലുള്ള ആൾക്കാരുടെ ജീവൻ അല്ലെങ്കിൽ കുട്ടികളുടെ ജീവനമൊക്കെ പന്താടുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഇതിനെതിരെയും ശക്തമായ ആക്ഷൻ എടുക്കാനാണ് ഗവൺമെന്റ് പറഞ്ഞത്. FSSAI ഒക്കെയാണ് അതിൽ വേണ്ട നടപടികൾ എടുക്കേണ്ടത്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരുടെ പരിധിയിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, NCD എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. NCD എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് പ്രമേഹം, ഷുഗർ പോലുള്ള കാര്യങ്ങൾ. NCD അതൊക്കെ ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡുകളും മറ്റു കാര്യങ്ങളുടെയൊക്കെ യൂസ് കൊണ്ടാണ്. അപ്പൊ ഇതില് വളരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. കോടതി വളരെ പ്രൊആക്റ്റീവാണ് ആ കാര്യം, അതുപോലെ തന്നെ ഗവൺമെന്റും പ്രൊആക്റ്റീവ് ആവണം. അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ സ്റ്റെബിലിറ്റി ഇൻ മാൽദീവ്സ് എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ എഡിറ്റോറിയലാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാല് മാൽദീവ്സിന്റെ പാർലമെന്റായ മജ്ലിസിലേക്കുള്ള ഇലക്ഷനില് അവിടുത്തെ പ്രസിഡന്റും ഇന്ത്യ വിരുദ്ധനും ആയ മുഹമ്മദ് മൊയ്സുവിന് ഉണ്ടായ വിജയത്തെ കുറിച്ചാണ്. ഈ മുഹമ്മദ് മൊയ്സുവിന്റെ ഹാൻഡ്സ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രോ ഇന്ത്യൻ ആയിട്ടുള്ള പാർട്ടികൾക്ക് അവിടെ വലിയ തിരിച്ചടിയാണ് ഇലക്ഷനിൽ നേരിട്ടത്. അപ്പൊ തന്നെ മുഹമ്മദ് മൊയ്സു അവിടെ കൂടുതൽ സ്ട്രോങ് ആവുന്നു. അയാൾ പ്രോ ചൈന സ്റ്റാൻഡാണ് എടുത്തുകൊണ്ടിരുന്നത്. സാധാരണ മാൽദീവ്സിലെ പ്രസിഡന്റുമാരൊക്കെ ഫസ്റ്റ് വിസിറ്റ് നടത്തുന്ന ഇന്ത്യയിലേക്കാണ്, ഫസ്റ്റ് ഒഫീഷ്യൽ വിസിറ്റ്. പക്ഷേ ഇയാൾ UAE-യിലേക്കും ടർക്കിയിലേക്കും ചൈനയിലേക്കൊക്കെയാണ് നടത്തിയത്. ഒപ്പം തന്നെ ഇന്ത്യ കൊടുത്ത ചില എയർ ആംബുലൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ അവിടെ നടത്തിയിരുന്ന പട്ടാളക്കാരൊക്കെ പിൻവലിക്കണമെന്ന് പിൻവലിച്ചു. പിന്നെ ഇന്ത്യയുമായിട്ട് ഒരു ഹൈഡ്രോഗ്രഫി സർവേ എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, അത് ഇന്ത്യയുമായിട്ട് ഉള്ളത് പിൻവലിച്ചു. പിന്നെ ചൈനയുമായിട്ട് ചില ഡിഫൻസ് കരാറുകളൊക്കെ ഉണ്ടാക്കി. ഒപ്പം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കെതിരെ അവിടുത്തെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാർ ഡെറോഗേറ്ററി ആയിട്ടുള്ള റിമാർക്സ് പുറപ്പെടുവിച്ചു. അങ്ങനെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ മോശമായി. പക്ഷേ ഇനി മാൽദീവ്സിലെ പാർലമെന്റിൽ ഉൾപ്പെടെ ഭൂരിപക്ഷം മൊയ്സുവിന് കിട്ടിയിരിക്കുകയാണ്. മൊയ്സു ഇന്ത്യ വിരുദ്ധ നിലപാടുകളായിട്ട് മുമ്പോട്ട് പോകുന്നത് ഇന്ത്യക്കോ മാൽദീവ്സിനോ നല്ലതായിരിക്കത്തില്ല. കാരണം IMF-ന്റെ ഒക്കെ പ്രഡിക്ഷൻസ് അനുസരിച്ച് മാൽദീവ്സിന്റെ എക്കോണമി ഈസ് ഇൻ ഡയർ സ്ട്രൈറ്റ്സ്, അതായത് അത് കുറച്ച് പ്രോബ്ലത്തിലാണ്. അപ്പൊ അവരുടെ ഏറ്റവും വലിയൊരു ഫിനാൻഷ്യർ എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഒരു ഫിനാൻസ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു കോടിയിൽ ബന്ധം കൂടെ കൊണ്ടുപോകുന്നതായിരിക്കും മാൽദീവ്സ് പോലുള്ള ഒരു രാജ്യത്തിന് നല്ലതെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഇന്ത്യക്കും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല ഇൻട്രസ്റ്റുകളും മാൽദീവ്സിലുണ്ട്. മാൽദീവ്സിന്റെ പൊസിഷൻ തന്നെ വളരെ സ്ട്രാറ്റജിക് ആണ് ഇന്ത്യൻ ഓഷനിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് മാൽദീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾ നമ്മളുടെ കോടികളായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ മൊയ്സുവിന്റെ പാർലമെന്ററി മെജോറിറ്റി അത് ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എഡിറ്റോറിയലാണ്. ഓക്കെ, പിന്നെ അടുത്ത പേജ് പോകുമ്പോൾ ക്യാൻ ഗ്രീൻ ക്രെഡിറ്റ്സ് ബെനിഫിറ്റ് ഇന്ത്യസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ന്യൂസ് ആണ്. ഗ്രീൻ ക്രെഡിറ്റിനെ കുറിച്ച് ഈ ഇടയ്ക്ക് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഗ്രീൻ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഡീഗ്രേഡഡ് ലാൻഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ലാൻഡ് ഒക്കെ നശിച്ച സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഡീഗ്രേഡഡ് ലാൻഡ്, ഇതൊക്കെ ഇൻഡിവിജ്വൽസിനും കമ്പനീസിനും ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് അവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള പൈസ കൊടുക്കാം. പൈസ ഉപയോഗിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയിരിക്കും അത് വെച്ച് പിടിപ്പിക്കുന്നത്. വെച്ച് പിടിപ്പിച്ച് 2 വർഷം കഴിയുമ്പോൾ ഒരു ഏജൻസി അത് പരിശോധിക്കുക. ആ ഏജൻസിയുടെ പേര് ഇത്തിരി വലുതാണ്, ചിലപ്പോൾ ഞങ്ങൾ മറന്നു, അതുകൊണ്ട് ഞാനിതിൽ മൊബൈലിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഏജൻസിയുടെ പേരെന്ന് പറയുന്നത് ഇത് നമ്മുടെ എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്ന. പേര് ICFRE എന്നാണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അവരത് ചെക്ക് ചെയ്ത് നോക്കുക 2 വർഷം കഴിയുമ്പോൾ മരം വെച്ച് പിടിപ്പിച്ചത്. എന്നിട്ട് ഓരോ മരത്തിനും നമുക്ക് ഗ്രീൻ ക്രെഡിറ്റ് തരും. ആ ഗ്രീൻ ക്രെഡിറ്റ് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ ഈ ഫോറസ്റ്റ് ഒക്കെ നശിപ്പിക്കുന്ന ആൾക്കാർക്ക് ഈ ഗ്രീൻ ക്രെഡിറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ അവർക്കത് ആ കമ്പനിക്ക് കൊടുക്കാം ആ ഗ്രീൻ ക്രെഡിറ്റ്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് അല്ലൊരു ആർട്ടിക്കിളാണ്. പിന്നെ why does the center want to modify the 2G spectrum verdict? ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. 2G സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പൊ 5G ആണ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മൾ 5G സ്പെക്ട്രമാണ് ഇപ്പം ടെലികോം കമ്പനികളൊക്കെ യൂസ് ചെയ്യുന്നത്. ഒരു സമയത്ത് 2G സ്പെക്ട്രം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കര അഴിമതി നടന്നു ഈ 2G സ്പെക്ട്രം വിറ്റതിൽ. അതിന്റെ പേരിലാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ പരാജയം തന്നെ സംഭവിക്കുന്നത്. ഈ 2G സ്പെക്ട്രത്തിൽ സംഭവിച്ചത് സ്പെക്ട്രം ലേലം ചെയ്യാതെ വിറ്റു. അങ്ങനെയാണ് നമ്മളെ ഇന്ത്യയിൽ
ഈ എയർസെൽ, വീഡിയോകോൺ, MTS ഇങ്ങനെ കുറേ കമ്പനികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരെയും ലൈസൻസ് പിന്നെ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തു, കറപ്ഷൻ നടന്നത് കണ്ടിട്ട്. എന്നിട്ട് പറഞ്ഞു ഇനി ഭാവിയിൽ എന്ത് ടെലികോം ലൈസൻസസ് വിറ്റാലും അതെല്ലാം ത്രൂ ഓപ്ഷനിങ് ആയിരിക്കണം. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത് കോടതി പോയി ആവശ്യപ്പെട്ടേക്കാണ് ഈ ഓപ്ഷനിങ് ചില കാര്യങ്ങളിൽ ഒരു എക്സംഷൻ കൊടുക്കണം. കാരണം ഡിഫൻസ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട സ്പെക്ട്രം വിൽക്കാൻ ഓപ്ഷനിങ് ഉപയോഗിക്കാൻ പറ്റൂല. കാര്യം അത് ചില കമ്പനീസിന് മാത്രമേ, കാര്യം സ്ട്രാറ്റജിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് അത് ഓപ്ഷൻ ചെയ്ത് പൈസ കൂടുതലായിരുന്നവന് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് കോടതിയുടെ എല്ലാ സ്പെക്ട്രവും ലേലം ചെയ്ത് മാത്രമേ വിൽക്കാവുള്ളൂ എന്നുള്ള 2012 13 അങ്ങോട്ട് സുപ്രീം കോടതി വിധിയാണ് 2G സ്പെക്ട്രം അഴിമതിയായിട്ട് അല്ല 2G സ്പെക്ട്രവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അതൊന്ന് മോഡിഫൈ ചെയ്യണമെന്ന് സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടേക്കാണ്. പിന്നെ ഇത് ഒരു വലിയ ന്യൂസ് ആണ്. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള തന്നെയാണ്. SC ഡിക്ലൈൻസ് പെറ്റീഷൻ ടു എൻ കൊളീജിയം റിവൈവ് NJAC. സംഭവം എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ സെലക്ട് ചെയ്യാൻ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് കൊളീജിയം സിസ്റ്റം ആണ്. കൊളീജിയം സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 6 ജഡ്ജിമാർ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 6 സീനിയർ മോസ്റ്റ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ചേർന്നിരുന്ന് ഇന്ത്യയിലെ ജഡ്ജിമാരെ തീരുമാനിക്കും. അതാണ് കൊളീജിയം. പക്ഷെ ആ സിസ്റ്റം ശരിയല്ല എന്ന് ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും പൊതുവെ പറയുന്ന ഒരു സംഭവമാണ്. അതിൽ ട്രാൻസ്പെറൻസി ഇല്ല. ഇന്ത്യയിലെ കുറച്ച് ജഡ്ജിമാർ മാത്രം ചേർന്ന് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തു. അതിൽ ട്രാൻസ്പെറൻസി എന്നൊരു സംവിധാനം ഇല്ല. അത് കുറച്ച് ഒപ്പേക്ക് ആയിട്ടുള്ള സിസ്റ്റമാണ്. അത് മാറ്റണം എന്ന് ആവശ്യം ഒരുപാട് കാലമായിട്ട് ഇന്ത്യയിൽ ഉയർന്നു കേൾക്കുന്നതാണ്. അതിൽ ജഡ്ജിമാർ മാത്രമേ ഉള്ളൂ, സുപ്രീം കോർട്ടിലെ ജഡ്ജിമാർ സീനിയർ മോസ്റ്റ്. അപ്പൊ അതിന് പകരം ഒരു സംവിധാനം കൊണ്ടുവന്ന് NJAC. അത് 2014 വരുന്നത്. NJAC, നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ. ഇതിൽ മൊത്തം 6 മെമ്പേഴ്സ് തന്നെയാണ് ഇതിലും ഉള്ളത്. പക്ഷെ അതിൽ 3 പേര് സുപ്രീം കോർട്ട് ജഡ്ജസ്, ഒരാള് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ലോ മിനിസ്റ്റർ, പിന്നെ 2 പേര് എമിനന്റ് സിറ്റിസൺസ്. അപ്പം 3 1 4 2 6 ആയില്ലേ. ഇങ്ങനെയാണ് NJAC പാർലമെന്റിൽ പാസ്സാക്കിയത്. പക്ഷേ സുപ്രീം കോടതി അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞ് വിധിച്ച് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും NJAC ഇന്ത്യയിൽ ഇല്ല, ഇപ്പോഴും കൊളീജിയം സിസ്റ്റമേ ഉള്ളൂ. പക്ഷെ ഈ NJAC റിവൈവ് ചെയ്യണം, കൊളീജിയം സിസ്റ്റം വേണ്ടെന്ന് വെക്കണം പറഞ്ഞ് കോടതിയിൽ വീണ്ടും ഒരു കേസ് പോയി. പക്ഷെ കോടതി അത് അനുവദിച്ചില്ല. അതാണ്. പിന്നെ താഴോട്ട് വരുമ്പോ മോഡി താങ്ക്സ് ഇറ്റാലിയൻ PM ഫോർ ഇൻവിറ്റേഷൻ ടു G7 മീറ്റിംഗ് ഇൻ ജൂൺ എന്നൊരു ന്യൂസ് ഉണ്ട്. G7 എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 7 നേഷൻസ്, വേൾഡിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള 7 രാജ്യങ്ങൾ. USA, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, കാനഡ, അങ്ങനെ 7 രാജ്യങ്ങളാണ് G7. ഇന്ത്യ അതിലില്ലല്ലോ ഒബ്വിയസ്ലി, കാര്യം ഇന്ത്യ മോസ്റ്റ് ഡെവലപ്ഡ് നേഷൻ അല്ല വേൾഡില്. പക്ഷേ G7 മീറ്റിംഗ് നടക്കുമ്പോഴെല്ലാം ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ ഇറ്റലിയിലാണ് ഇപ്പോഴത്തെ G7 മീറ്റിംഗ് ജൂണിൽ നടക്കുന്നത്. അതിലേക്ക് ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്തു ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ. അതാണ് മോഡി ഇറ്റാലിയൻ PM-ന് താങ്ക് ചെയ്തേക്കുന്നത്. ഇറ്റലിയുടെ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ ആണ് ഇപ്പോഴത്തെ ഇറ്റാലിയൻ PM. അവരുടെ പേര് ജോർജിയ മെലോണി എന്നാണ്. ജോർജിയ മെലോണി ഇറ്റലിയുടെ ഫസ്റ്റ് വുമൻ പ്രൈം മിനിസ്റ്റർ. പിന്നെ സെന്റർ അലൗസ് എക്സ്പോർട്ട് ഓഫ് 2000 ടൺസ് ഓഫ് ഒനിയൻസ് എന്നൊരു ന്യൂസ് ഉണ്ട്. ആ സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഒനിയൻസ് ഇന്ത്യയിൽ ഇപ്പൊ എക്സ്പോർട്ട് ബാൻ ചെയ്തേക്കുക. പ്രത്യേകിച്ച് ഇലക്ഷൻ ടൈമൊക്കെ ആണ്ട് നോർത്ത് ഇന്ത്യയിൽ എസ്പെഷ്യലി ഉള്ളി എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. അപ്പൊ അത് രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ തോക്കാൻ വരെ ഇതാവും, ഉള്ളിയുടെയൊക്കെ വില കൂടി. അപ്പൊ വില കൂടാതിരിക്കാൻ വേണ്ടി അതിന്റെ എക്സ്പോർട്ട് ഇപ്പൊ ബാൻ ചെയ്ത് വെച്ചേക്കുക. പക്ഷെ കുറച്ച് എക്സ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് അനുവദിച്ചു വന്നൊരു ന്യൂസാണ്. DGFT എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. DGFT എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. എന്താണ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്? വെളിയിലേക്ക് ഫോറിൻ കൺട്രീസിലേക്കുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട റെഗുലേറ്റർ ആണ് DGFT, ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. നെക്സ്റ്റ് പേജ് പൊളിറ്റിക്കൽ പേജ് ആണ് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോ ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, അത് മാത്രമാണ് അവിടെ പറയാനുള്ളത്. ന്യൂ ടെസ്റ്റ് ഫോർ സ്പെഷ്യൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഇൻ അഡൾട്ട് ഓൺ ആൻവിൽ. സംഭവം എന്ന് വെച്ചാല് ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഈ PH ബെനിഫിറ്റ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ബെനിഫിറ്റ് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ജോബിലൊക്കെ 4% റിസർവേഷൻ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുണ്ട്. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 പ്രകാരമാണ് ഈ 4% പിന്നീട് ജോലിയിൽ സംവരണവും 5% എഡ്യൂക്കേഷനിലും റിസർവേഷനും ഉണ്ട്. 5% എഡ്യൂക്കേഷനിലും 4% ജോലിയിലും റിസർവേഷൻ. ഏത് ആക്ട് പ്രകാരം? റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. അതൊക്കെ പഠിച്ചു വെച്ചേക്കണം. റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016. പക്ഷെ ഇതിൽ പ്രശ്നം ഈ ലേണിംഗ് ഡിസബിലിറ്റീസും ഇതിന്റെ ഒരു ഇതാണ്. അപ്പൊ ആ റിസർവേഷൻ അവർക്കും കിട്ടും. പക്ഷെ ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് കുട്ടികളിൽ മാത്രം കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളൂ.
അഡൾട്ടിന് ഈ സംവിധാനം ഇപ്പം നിലവിലില്ല. അതുകൊണ്ടുള്ള പ്രശ്നം അഡൾട്ടിന് ഈ പറഞ്ഞ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. ഈ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ഈ റിസർവേഷൻ ഈ രണ്ടിലും ജോലിയിലും എഡ്യൂക്കേഷനിലും കിട്ടുള്ളൂ. അപ്പൊ അഡൽട്സിനും കൂടെ അത് വേണമെന്ന് പറഞ്ഞ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് ഉണ്ട്. അപ്പൊ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം തീരുമാനിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലുണ്ട്. അവര് ഈ അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഡിസബിലിറ്റീസ് കണ്ടുപിടിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തേക്കാണ്. ഈ വർഷം തൊട്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അന്ന് എല്ലാവർക്കും വേണ്ട ഒരു ന്യൂസും കൂടെ ആണത്. നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പേഴ്സൺസ് ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ സഹായിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ എംപവർമെന്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് അവരാണ് ഈ ടെസ്റ്റ് ഡിവൈസ് ചെയ്തേക്കുന്ന. തെലങ്കാനയിലെ സെക്കന്ദരാബാദിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതും പഠിച്ചു വെച്ചോണം. തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ. പിന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ത്യയിലെ 4th ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. അതിന്റെ സിഇഒ അശോക് വസ്വാനി ആണ്. അശോക് വസ്വാനി കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ സിഇഒ. FPO മാർക്ക് സ്റ്റാർട്ട് ഓഫ് വോഡാഫോൺ ഐഡിയ 2 എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഉണ്ട്. FPO ഫോളോ ഓൺ പബ്ലിക് ഓഫർ. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ എടുത്ത് നോക്കിയാൽ എന്താണെന്ന് ഫോളോ ഓൺ പബ്ലിക് ഓഫറും ഇനിഷ്യൽ പബ്ലിക് ഓഫറും ഒക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വോഡാഫോൺ ഐഡിയ ഇപ്പൊ നടത്തിയ ഫോളോ ഓൺ പബ്ലിക് ഓഫർ ഹ്യൂജ്ലി സക്സസ്ഫുൾ ആയി. അത് ഐഡിയയുടെ ഒരു റീബർത്ത് ആയിരിക്കും അതെന്നാണ് ഈ ഇതിന്റെ ചെയർമാൻ കുമാരമംഗലം ബിർള, ആദിത്യ ബിർള ഗ്രൂപ്പിന്റെയും കൂടെ ഒരു സ്ഥാപനമാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പിന്നെ ഗ്ലോബൽ റിക്കവറിയെ കുറിച്ചും അതൊന്നും വേണ്ട, അതൊക്കെയാണ്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ കൊടുക്കുകയാണ്. അതായത് പാലസ്തീൻ ഒരു രാജ്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഹമാസ് എല്ലാ ഇതും അവസാനിപ്പിച്ച് അവര് ആംസ് ഒക്കെ വേണ്ടെന്ന് വെച്ച് അവരൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറിക്കോളാം എന്നാണ് ഹമാസ് പറഞ്ഞേക്കുന്നത്. ഇത്രയും കാലമുള്ള ഹമാസിന്റെ പോളിസി എന്നുള്ള ഡിപ്പാർച്ചറാണ്. അവർ മുമ്പ് പറഞ്ഞ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ഒന്നും ഇല്ല, ഇസ്രായേലിനെ ഡിസ്മാൻഡിൽ ചെയ്യണം, ഈ പാലസ്തീൻ മാത്രം മതി. പണ്ട് 1948 പാലസ്തീൻ ഇസ്രായേൽ നിലവിൽ വരുന്ന സമയം വരെ അവിടെ പാലസ്തീൻ മാത്രമേ ഉള്ളായിരുന്നു. അത് മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അവർ മാറിയതെന്ന് അവർ പറയുന്നു. ഇസ്രായേൽ അത് എന്നെ നിലനിൽക്കാം, ഞങ്ങൾക്കും നിലനിൽക്കണം. 1967 എന്തായിരുന്നോ ബോർഡർ, 1967 ഒരു വാർ വഴി ഇസ്രായേൽ കുറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക, അതൊക്കെ അവരെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു. പക്ഷെ അത് പറ്റൂല. 67 ബോർഡേഴ്സ് പ്രകാരം പലസ്തീൻ ഒരു സെപ്പറേറ്റ് രാജ്യമാക്കി അതിന് ഇൻഡിപെൻഡൻസ് കൊടുത്ത് അതിനൊരു രാജ്യമായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്താൽ ഇസ്രായേലുമായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, അവർ ആയുധങ്ങൾ വച്ച് അവസാനിപ്പിക്കാനില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും അവിടെ പറയാനില്ല. ഇനിയിപ്പോൾ അതിൽ മെയിൻലി പറയാനുള്ളത് സ്പോർട്സ് കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സ്പോർട്സിൽ IPL എല്ലാ ദിവസവും നമ്മൾ പറയുന്നതാണ്. IPL കാര്യം ഇനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലോട്ട് പോകുമ്പോൾ ഐ തിങ്ക് ഐ ആം റെഡി ഫോർ ദ ചലഞ്ച് സെയ്സ് ഗുഗേഷ് എന്നൊരു ന്യൂസ് കാണാം. അപ്പൊ ഈ ഗുഗേഷ് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞിട്ട് ആവശ്യമില്ല. കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിലെ ഇന്ത്യയുടെ വിന്നറും കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമാണ്. കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ഗുഗേഷ് 17ാമത്തെ വയസ്സിൽ വിന്നറായി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിന്നറായി മാറുന്നതിന് മുമ്പ് ആരായിരുന്നു കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിന്നർ എന്ന് വെച്ചാൽ അത് ഗാരി കാസ്പറോവ് ആയിരുന്നു. ഗാരി കാസ്പറോവ് ഇദ്ദേഹം റഷ്യക്കാരനായ ഒരു വൻ ലെജൻഡ് ആയിരുന്നു ഗാരി കാസ്പറോവ്. ഈ ഗാരി കാസ്പറോവ് ഇപ്പം ചെസ്സിൽ നിന്നൊക്കെ റിട്ടയർ ആയി, അദ്ദേഹത്തിന് നല്ല ഏജ് ആയി. അദ്ദേഹത്തിന്റെ റെക്കോർഡ് അതേ 22ാമത്തെ വയസ്സിലാണ് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് വിൻ ചെയ്യുന്നത്. ആ റെക്കോർഡാണ് ഗുഗേഷ് ഇപ്പോ തകർത്തത് വെറും 17ാമത്തെ വയസ്സിൽ. അപ്പം ഗുഗേഷിന് നേരിടാൻ പോണത് ഡിങ് ലിറനെയാണ് ഗുഗേഷ് നേരിടാൻ പോണത്, ചൈനക്കാരനായ നിലവിലുള്ള ചാമ്പ്യൻ. ഈ ഡിങ് ലിറനും ഗുഗേഷും തമ്മിലുള്ള വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ വെച്ച് നടത്തുന്നതിനെ കുറിച്ച് ഇന്ത്യ അല്ല ആലോചിക്കേണ്ടത്, അത് ഫിഡെയാണ് ആലോചിക്കേണ്ടത്, ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ. അത് ഇന്ത്യ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താൻ പോയാ. പക്ഷെ ഇന്ത്യയിൽ വെച്ച് നടന്ന ഗുഗേഷിന്റെ അഡ്വാൻറ്റേജും കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം വീഡിയോ കാണുക, നോട്ട്സ് എഴുതുക. താങ്ക് യു.